ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ടി വിയുടെ അല്ലെങ്കിൽ സ്മാർട്ട് ടി വിയുടെ അല്ലെങ്കിൽ ഗൂഗിൾ ടി വി ഒക്കെ വെക്കാൻ പറ്റുന്ന ഏരിയകൾ നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ് ലെവലിൽ കറക്റ്റായിട്ട് ചെയ്യാം. എന്നാൽ വയറുകളൊന്നും കാണാതെ പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ചെയ്ത് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 50 ഇഞ്ചൊക്കെ വരാവുന്ന രീതിയിലുള്ള ഏരിയയാണ് നമ്മൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ചെറുതോ വലുതോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഈ 50 ഇഞ്ച് ടി വിയുടെ ഏത് ടി വിയുടെ ബാക്കിലാണെങ്കിൽ നമുക്ക് പ്ലഗ് സോക്കറ്റ് ആവശ്യമാണ്. അത് കൂടാതെ തന്നെ ടി വിയുടെ ബാക്കിലൂടെ പോകുന്ന കേബിളുകളുണ്ട്. HDMI കേബിൾ, ഓഡിയോ കേബിൾ, അതുപോലെ തന്നെ HDMI കേബിൾ, അങ്ങനെ എല്ലാ ടൈപ്പ് കേബിളുകളും വരുന്നുണ്ട്. ഇതെല്ലാം പുറത്ത് കാണാത്ത രീതിയിൽ ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ ഒരു പൈപ്പ് കാര്യങ്ങൾ കൊടുത്ത് ഏതാണോ റിസീവർ അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കാമെന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടോ, അതിന് വേണ്ടിയിട്ട് ഒരു DP സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻസ് കാര്യം. കാരണം നമ്മൾ എത്ര വില കൂടിയ ടി വി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാലും നമുക്ക് അതിൻ്റെ സേഫ്റ്റി മസ്റ്റാണ്. ലൈറ്റ്നിങ്, അതായത് ഇടിവെട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് യാതൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രും ഫേസും കട്ടാവണം. നമ്മൾ സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്തിട്ടാലും ന്യൂട്രലിലൂടെ, അതായത് 1 വേ സ്വിച്ചാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫേസ് മാത്രമാണ് അതിൻ്റെ ഓഫ് ആവുന്നുള്ളൂ. ന്യൂട്രൽ എപ്പോഴും ടി വിയിലേക്കും അതുപോലെ തന്നെ അനുബന്ധ യൂണിറ്റിലേക്ക് എല്ലാം കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെയാണ് കൂടുതലും ഇടിവെട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ന്യൂട്രും ഫേസും കട്ടാവുന്ന രീതിയിൽ മോട്ടറിനൊക്കെ യൂസ് ചെയ്യുന്ന 32 ആംസിൻ്റെ DP സ്വിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഫേസും ന്യൂട്രും ഓൾറെഡി കട്ടായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആകെയുള്ളത് എർത്ത് മാത്രമാണ്. എർത്തിലൂടെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് വളരെ റെയർ കേസുകളിൽ മാത്രമാണ് എർത്തിലൂടെ നമുക്ക് ലൈറ്റിനിങ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഫേസും ന്യൂട്രും കട്ടാവുന്ന രീതിയിൽ ആദ്യമേ തന്നെ ഒരു DP സ്വിച്ച് മസ്റ്റായിട്ട് നമ്മുടെ ടി വിയുടെ ഏരിയയിൽ കൊടുത്തിരിക്കണം. കാരണം അത്രയും വില കൂടിയ ടി വിയും അതിൻ്റെ ഹോം തിയേറ്റർ, സെറ്റ് ഓഫ് ബോക്സ്, വൈഫൈയുടെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മസ്റ്റായിട്ട് നമ്മളൊരു 32 ആംസിൻ്റെ DP സ്വിച്ച് ആദ്യമേ കൊടുക്കുക. ഇനി അതിന് വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 അളവുകളാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കണ്ടോ, ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററാണ് ഏറ്റവും താഴത്തെ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഈ 50 സെൻറ്റിമീറ്റർ താഴേക്ക്, 50 സെൻറ്റിമീറ്റർ അതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടോ പ്ലഗുകളാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൺട്രോളിങ് നമ്മൾ നേരത്തെ പറഞ്ഞ DP സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു പൈപ്പ് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലേക്ക് നേരെ കണ്ടോ, ഇത് ടി വിയുടെ ബാക്കിലാണ് ആ പറയുന്ന ചെറിയൊരു 2 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത് അത് വരുന്നത്. പിന്നെ തൊട്ടടുത്ത് ഒരു പ്ലഗ് സോക്കറ്റ് വരാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടി വി ഡയറക്റ്റ് അതിലേക്ക് കുത്താം. ടി വിയുടെ അകത്തുനിന്ന് വരുന്ന കേബിളെല്ലാം ആ പൈപ്പിലൂടെ നേരെ താഴേക്ക് ഇറങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞ കബോർഡിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ ഒരൊറ്റ കേബിൾ പോലും നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ലൈറ്റുകളോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ ഇതുപോലെ കൊടുക്കാം. ഇനി അതല്ല, ലൈറ്റുകൾ ഇല്ലെങ്കിലും നീറ്റായിട്ട് നമുക്കൊരു ഏരിയ കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് ബോർഡിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് സ്വിച്ചുകൾ, അതായത് ടി വിയുടെ ഏരിയ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ DP സ്വിച്ച് കൊടുക്കുക. പിന്നെ അത്യാവശ്യം വേണ്ട ലൈറ്റുകളുടെ ലീഡുകൾ കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യം ഒരു കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മളൊരു USB-യുടെ ചെറിയൊരു സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാനലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്, ഇപ്പോൾ ഈ പാനലിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ ലൈറ്റുകളായിരിക്കണം നമ്മുടെ ടി വിയുടെ മുകളിൽ കൊടുക്കേണ്ടത്. ഓവറായിട്ട് വെളിച്ചം വന്ന് നമുക്ക് ടി വി കാണുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഒരു മാക്സിമം പോയി ഇതെല്ലാം കൊടുത്തിരിക്കുന്ന 1 വാട്ട് ലൈറ്റ്സുകളാണ്. ചെറിയ 1 വാട്ടിൻ്റെ ചെറിയ ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ ക്യാബിൻ ആയതുകൊണ്ട് അത് കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ 1 വാട്ടിൻ്റെ തന്നെ വാം വൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടോ, ഈ താഴെ കാണുന്ന കബോർഡുകളിലെല്ലാം തന്നെ നമുക്ക് പല റിസീവർ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കും. അത് കൂടാതെ തന്നെ വൈഫൈയുടെ കണക്ഷൻസ്, ക്യാമറയുടെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാമറയുടെ ഓപ്ഷന് വേണ്ടിയിട്ടുള്ള വയറിങ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുക്കുക. ക്യാമറയുടെ ഓപ്ഷൻസ്, അതുപോലെ തന്നെ വൈഫൈയുടെ കണക്ഷൻസ്, ഏതായാലും റൂമുകളിലേക്ക് പോകണമെങ്കിൽ ആ റൂമുകളിലേക്ക്, ഇനി അതെല്ലാം ഒപ്റ്റിക് ഫൈബറാണ് അതിലേക്ക് വരുന്നെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ്, ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഈ പറയുന്ന കബോർഡിൻ്റെ അകത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡിവൈസുകളും ഈ പറയുന്ന ടി വിയുടെ ഏരിയയിൽ നമുക്ക് കിട്ടും. അപ്പോൾ മോണിറ്റർ ഔട്ടിങ് വേണമെങ്കിൽ നമുക്ക് ഈ ടി വി തന്നെ യൂസ് ചെയ്യാൻ വേറെ സെപ്പറേറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്നും വൈഫൈയുടെ കണക്ഷൻസ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ വൈഫൈ തൊട്ടടുത്ത് തന്നെ, ടി വിയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്കൊരു ബോക്സ് സ്വിച്ച് ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും. ഒരു 12-ൻ്റെ ഒരു ഓപ്പൺ ബോക്സാണ്. അതിലാണ് കംപ്ലീറ്റ് ക്യാമറ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വൈഫൈയുടെ കണക്ഷൻസ് എല്ലാം അതിൻ്റെ താഴെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടി വിയുടെ ഏരിയ നമുക്ക് എല്ലാ
പറയുന്ന ഡിവൈസുകളുടെയും കണക്ട് ചെയ്യുന്നൊരു ഏരിയ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ടി വിയുടെ അടുത്തേക്ക് മെയിൻ കാര്യങ്ങളിലൊന്നാണ് നമ്മൾ വൈഫൈയുടെ കണക്ഷൻസ് എവിടെയെങ്കിലും റൂമിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ എവിടെയോ കൊണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ നമുക്ക് ഈ പറയുന്ന ടി വിയുടെ ഏരിയയിലേക്ക് വൈഫൈ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു കേബിളൊക്കെ ഇട്ട് ഇതിൽ അവിടേക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതൊക്കെ അതായത് വൈഫൈക്ക് ഒരു റേഞ്ച് ഒരു നോർമൽ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് നമുക്ക് റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും അത്യാവശ്യം ടി വിയുടെ ഏരിയയിൽ തന്നെ നമുക്ക് വൈഫൈയുടെ പറയുന്ന മോഡം കാര്യങ്ങൾ കൊടുക്കുക. അതിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.